ഹേ ഗായ്സ്, ഇന്ന് വളരെ മനോഹരമായൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. മനസ്സും ശരീരം ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു വീഡിയോ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടപ്പം. കാരണം നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇത്രയും അധികം സ്നേഹത്തോട് ജീവിക്കുന്ന പ്രായമേറിയ ഒരു ദമ്പതികളുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഗൈസ്. ആ ഒരു കാലഘട്ടത്തിൽ സ്നേഹം കൈവിടാതെ, പരസ്പര വിശ്വാസ സ്നേഹം കൈവിടാതെ ഈ പ്രായത്തിൽ അവരത് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു വീഡിയോ. കാരണം അവർ മഹാരാഷ്ട്രയിൽ സംഭാജി നഗർ നടന്ന ഒരു സംഭവമാണ് ഗൈസ്. പിന്നെ ഈ ഒരു ദമ്പതികൾ പ്രായേറിയ ദമ്പതികളാണ്. അവർ തീർത്ഥയാത്രയ്ക്ക് പോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഭാര്യയ്ക്കൊരാഗ്രഹം വന്നു, മംഗല്യസൂത്രം അണിയാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം വന്നു. അങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവിൻ്റെ പേര് എന്ന് പറയുന്നത് നിവർത്തീഷ് ഇന്ത്യ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര്. 93 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഭാര്യയുടെ പേര് ശാന്താബായി എന്നാണ്. അപ്പോൾ അങ്ങനെ ഭാര്യയ്ക്ക് ശാന്താബായിക്ക് ഒരു ആഗ്രഹം വന്നു മംഗല്യസൂത്രം ഇടണമെന്ന്. അങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് സമ്മതിക്കുകയും ചെയ്തു. വളരെ കുറച്ച് ക്യാഷ് മാത്രമേ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ആഗ്രഹത്തിന് അദ്ദേഹം വഴങ്ങി എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം ഒരു ജ്വല്ലറി കയറിയിട്ട് അവിടുന്ന് മാല വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ അവർ അവിടെ ജ്വല്ലറി ജീവനക്കാരോട് പറയുകയാണ്, എൻ്റെ കയ്യിൽ ഇത്ര മാത്രമേ ക്യാഷ് ഉള്ളൂ എന്നുള്ള കാര്യം അവർ അറിയിക്കുകയാണ്. അപ്പം മാല ആദ്യം അവർ വിചാരിച്ചിരുന്നത് ഈ ധർമ്മത്തിന് വരുന്നവരോ മറ്റോ ആണ്, ഡെയിലി വരുന്ന ആൾക്കാരോ മറ്റോ ആണ് എന്നാണ് ആദ്യം അവർ ജ്വല്ലറി ജീവനക്കാർ കരുതിയിരുന്നത്. പിന്നെ അവർ കാര്യം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവർ മാല വാങ്ങിക്കാൻ വന്ന ദമ്പതികളാണെന്നുള്ളത്. അങ്ങനെ ക്യാഷ് കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞ സ്പോട്ടിന് തന്നെ അവിടുത്തെ ജീവനക്കാർ ഉടമയെ വിവരം അറിയിച്ചു. അപ്പോൾ അദ്ദേഹം വന്നു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, ക്യാഷിൻ്റെ കാര്യമൊക്കെ വിശദമായി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇഷ്ടമുള്ള മാല തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ദമ്പതികൾ ഇഷ്ടമുള്ള ഒരു മാല തിരഞ്ഞെടുത്തു. അതിനുശേഷം പറഞ്ഞു ക്യാഷ് വേണ്ട, അത് നിങ്ങൾ തന്നെ എടുക്കണമെന്ന് തിരിച്ച് ജ്വല്ലറിയുമ്പോൾ തിരിച്ച് ക്യാഷ് കൊടുക്കുകയാണ് അവർക്ക്. അങ്ങനെ ആ അപ്പൂപ്പനും അമ്മൂമ്മ പറയുകയാണ് ഇതിൽ എന്തെങ്കിലും ഒന്ന് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ജ്വല്ലറിയുമ്പോൾ ഒരു 20 രൂപ അങ്ങോട്ട് എടുക്കുകയാണ്. അതിനുശേഷം കണ്ട കാഴ്ച പറയുന്നത് വളരെ സന്തോഷ കണ്ണീരായിരുന്നു അവർക്ക്. കാരണം ആ ഭാര്യയ്ക്ക് അദ്ദേഹത്തിന് ആ ഒരു മാല വാങ്ങിക്കൊടുക്കാൻ പറ്റി എന്നുള്ള സന്തോഷവും ആ ഭാര്യയ്ക്ക് മാല കിട്ടി എന്നുള്ള സന്തോഷമായിപ്പോയി. അപ്പോൾ ജ്വല്ലറി ഉടമക്ക് അത് കൊടുത്തു എന്നുള്ള സന്തോഷമായി. ഓക്കെ, ഈ ഗോൾഡിന് വില കൂടി ഈ സമയത്ത് അദ്ദേഹം കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, അതാണ് നമുക്ക് ഏറ്റവും വലുത്. കാരണം ഇതുപോലുള്ള ആൾക്കാർ ഇനിയും വരണം അല്ലേ നമ്മൾ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കള്ളക്കാമുകന്മാരും കള്ളക്കാമികളും അതുപോലെ അവിഹിത ബന്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. വളരെ മോശമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് എല്ലാ ജനങ്ങളും കടന്നു പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും 93 വയസ്സെന്ന് പറയുമ്പോൾ ചെറിയൊരു വയസ്സൊന്നുമല്ല. അപ്പോൾ ഇനി അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ